ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റിന് ഇത്രയധികം അഡ്വൈസസ് പോകുമോ? നിങ്ങളുടെ എല്ലാവരുടെയും സംശയമായിരുന്നു അതല്ലേ? അപ്പോൾ ആ സംശയത്തിന് ഒരു ഉത്തരമാണ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. PSCയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ, നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ്, ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. നമ്മൾ തമാശ രൂപേണ പറയാറുണ്ട്, PSC മറ്റെല്ലാ പോസ്റ്റുകളിലേക്കും നടത്തുന്ന നിയമനങ്ങളെ ഒന്നിച്ച് ചേർത്ത് വെച്ചാൽ പോലും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ അത്ര വരില്ല എന്നുള്ളത്. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ 2025 വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. 2025 അവസാനം വന്നു, നമ്മൾ അപ്ലൈ ചെയ്തു, അതിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു, പഠിച്ചു തുടങ്ങി അല്ലേ? അപ്പോൾ മാർച്ചിന് ശേഷം അല്ലെങ്കിൽ മാർച്ചിലോ ഏപ്രിലോ വരുന്ന ഡിഗ്രി പ്രിലിംസിന്റെ ഒപ്പമായിരിക്കും ഇതിന്റെ പരീക്ഷ എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കുറേ ആളുകൾ ഇപ്പോഴും ഇങ്ങനെ വിചാരിച്ചിരിപ്പുണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നെ കൊണ്ട് നടക്കുമോ, പഠിച്ചാൽ നടക്കുമോ, അതിന്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എത്രയായിരുന്നു? ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ഒക്കെ കാര്യം കഴിഞ്ഞ തവണ അങ്ങോട്ട് എഴുതിയിട്ട്, കഴിഞ്ഞ വർഷം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ അങ്ങോട്ട് എഴുതി, നമ്മൾ വിചാരിച്ച പോലെ റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ കമ്പനി ബോർഡൊക്കെ ഇനി നേടാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷൻസ് അല്ല, ആശങ്കകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആശങ്കകൾ ഒന്നും വെക്കേണ്ട. അതിനൊരു കാര്യം കൂടെ പറയാം, നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പ്രീവിയസ് എക്സാമിൻ്റെ കട്ട് ഓഫ്. രണ്ട്, ഇതുവരെ നടന്ന അഡ്വൈസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ കുറെ കൂടി ഒന്ന് മോട്ടിവേറ്റഡ് ആവുകയും പഠിക്കാൻ സെറ്റായിട്ടിരിക്കുകയും ചെയ്യും. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ കട്ട് ഓഫിനെ കുറിച്ചും പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസിനെ കുറിച്ചുമാണ്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞു, കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ തവണ നോട്ടിഫിക്കേഷൻ വന്നത് 2 സമയങ്ങളിലായിട്ടായിരുന്നു. അതായത് 2021 ഡിസംബറിലും 2022 ജനുവരിയിലുമായിട്ടായിരുന്നു കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ആ ഒരു വിജ്ഞാപനം വരുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ വർഷവും കണ്ടതാണ്, 2 കാറ്റഗറികളിലായിട്ടാണ് കമ്പനി ബോർഡ് സാധാരണ നോട്ടിഫിക്കേഷൻസ് നമുക്ക് തരാറുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് KSFE, KSEB, കെൽട്രോൺ, മലബാർ സിമന്റ്സ് പോലെയുള്ള കമ്പനി ബോർഡുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനും, 2 KSRTC, അതുപോലെ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, കമ്പനി ബോർഡുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനുമാണ്. സോ ഈ 2 നോട്ടിഫിക്കേഷനുകളും കഴിഞ്ഞ തവണ ലാസ്റ്റ് ടൈം വന്നത് 2 മാസങ്ങളിലായിട്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇത്തവണ അത് ഒന്നിച്ച് ഒറ്റ തവണയായിട്ടാണ് വന്നിട്ടുള്ളത്. കാറ്റഗറി 2 ആയിട്ട് തന്നെയാണ്. പക്ഷേ ഇനി കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്, എക്സാം ഇനി 2 ആയിട്ടാണോ നടത്തുന്നതെന്ന്. അല്ല, എക്സാം എന്തായാലും ഒന്നിച്ച് തന്നെയായിരിക്കും. അടുത്ത ഡിഗ്രി പ്രിലിംസിന്റെ ഒപ്പം തന്നെയായിരിക്കും ഇതിന്റെ എല്ലാം പ്രിലിംസ് നടക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. സോ ഇതായിരുന്നു 2022 ജനുവരിയിൽ വന്ന ആ ഒരു ജനുവരി ഫെബ്രുവരി സമയങ്ങളിൽ വന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, KSFEയും KSEBയും കെൽട്രോണും മലബാർ സിമന്റ്സും ഒക്കെ ആയിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഉണ്ടായിരുന്നത്. ഇനി ഇതിന് മുൻപ് വന്നിട്ടുണ്ടായിരുന്ന 2021 മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നത് KSRTC, അതുപോലെ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, അതുപോലെ തന്നെ ഫാമിംഗ് കോർപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ബോർഡുകളിലേക്കാണ്. ഈ വർഷവും അങ്ങനെ തന്നെയാണ് വന്നത്. നമ്മൾ പറയാറുണ്ട്, ഒന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ KSFEയും KSEB ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന് നല്ല ലാഭം, സാമ്പത്തിക ലാഭം ഉണ്ടാവുന്ന ബോർഡുകളാണ്. KSRTC, അതുപോലെ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ താരതമ്യേന കമ്പാരിറ്റീവ്ലി കുറച്ച് സാമ്പത്തിക ലാഭം മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് 2 രീതിയിലാണ് വരുന്നത് എന്ന് മാത്രം. പിന്നെ നിയമനത്തിലും ചെറിയ വ്യത്യാസങ്ങൾ 2 ബോർഡുകളും തമ്മിൽ, അല്ലെങ്കിൽ 2 കാറ്റഗറികളും തമ്മിലുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾ നോക്കിയിരിക്കുന്നത് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എത്രയായിരുന്നു എന്നുള്ളത് അല്ലേ? പ്രിലിംസിന്റെയും മെയിൻസിന്റെയും പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എത്രയായിരുന്നു? ഈ കട്ട് ഓഫ് അറിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് ഈ വർഷം എവിടെ വരെയൊക്കെ പോകുമെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കട്ട് ഓഫിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം, 39.077 ആയിരുന്നു. ഇനി മെയിൻസിലേക്ക് വരുമ്പോൾ 43.33 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ്. അതായത് 50-ൽ താഴെയായിരുന്നു കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും, പ്രത്യേകിച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷം ഈ ഒരു റേഞ്ച് മാത്രമേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. കാര്യം എന്താ, 4 വർഷത്തിനോ 3 വർഷത്തിനോ മുമ്പ് വന്ന നോട്ടിഫിക്കേഷൻ, പരീക്ഷയൊക്കെ പാറ്റേൺ ഒക്കെ വീണ്ടും മാറിയിരിക്കുന്നു. കട്ട് ഓഫിനകത്തൊക്കെ നല്ല വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ ഇത്തവണ എങ്ങനെ കട്ട് ഓഫ് പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും 50 എന്നുള്ള റേഞ്ച്, അല്ലെങ്കിൽ 50 എബോവ് എന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ച് തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നമ്മുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്നവരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. UPSC പ്രിപ്പയർ ചെയ്യുന്നവർ പോലും PSCയിലേക്ക്, അതും ഡിഗ്രി ലെവൽ എക്സാമിലേക്ക് എന്നുള്ള ട്രെൻഡ് ഭയങ്കരമായിട്ട് കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങളായിട്ട് കൂടിയിട്ടുണ്ട്. സോ അവർക്കൊക്കെ എന്താണ്, നമ്മുടെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്നവരുടെ ആ ഒരു മത്സര ബുദ്ധി, അവരുടെ ഒരു കാലിബർ, ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കണം. നമുക്കറിയാം PSC എന്ന് പറയുന്നത്, PSCയുടെ കട്ട് ഓഫ് തീരുമാനിക്കുന്നത് കൂടെ പരീക്ഷ എഴുതുന്നവരല്ലേ, നമ്മുടെ കൂടെ പരീക്ഷ എഴുതുന്നവരുടെ
മാർക്കിനെയും എല്ലാം നമ്മളുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് ആകെ പരീക്ഷ എഴുതിയവരുടെ എണ്ണം, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ലഭിച്ച മാർക്കിന്റെ റേഞ്ച് തുടങ്ങിയവയെ താരതമ്യം ചെയ്തിട്ടാണ് ഒരു PSC എക്സാമിന്റെ കട്ട് ഓഫ് തീരുമാനിക്കുന്നത്. സോ അതുകൊണ്ട് ഈ ഒരു ലെവലിലായിരിക്കും കട്ട് ഓഫ് എന്ന പ്രതീക്ഷയിൽ നിങ്ങൾ പഠിക്കാൻ നിൽക്കണ്ട. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക, 50-ലധികം മാർക്ക് എനിക്ക് സ്കോർ ചെയ്തേ പറ്റുള്ളൂ, അടുത്ത പ്രിലിംസിലും ഒക്കെ എനിക്ക് 50-ലധികം മാർക്ക് സ്കോർ ചെയ്യണം, അതിനുവേണ്ടി തന്നെ പരിശ്രമിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ. 50-ലധികം എന്ന് പറയുമ്പോൾ നിങ്ങളൊരു റേഞ്ച് തന്നെ വെച്ചോ, 60-നും 70-നും ഇടയിൽ. അപ്പോൾ നിങ്ങൾ പറയും മിസ്സിന് ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി, 60-നും 70-നും ഇടയിലൊക്കെ ഒരു ഡിഗ്രി ലെവലിന് സ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണമല്ലോ. നമുക്ക് സാധിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു റേഞ്ച് നമ്മൾ മുന്നിൽ വെക്കുക, അതിന് വേണ്ടി പരിശ്രമിക്കുക. നമ്മൾ പറയാറുണ്ട്, കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം എങ്കിലും എത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത്രത്തോളം ഹാർഡായിട്ട് ശ്രമിക്കും, അതിനുവേണ്ടി വളരെയധികം നമ്മൾ സമയം കണ്ടെത്തും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു വിചാരിച്ച കട്ട് ഓഫിലേക്ക് നമ്മൾ എത്തിച്ചേരുള്ളൂ. ഇനി എത്ര പേരുണ്ടായിരുന്നു ആ മെയിൻ ലിസ്റ്റിൽ എന്ന് പറയുന്നത്? അന്ന് 43.33 മാർക്ക്, ആ ഒരു മാർക്ക് ലിസ്റ്റിന്റെ ആ ഒരു മാർക്കിന്റെ റേഞ്ചിൽ ഏകദേശം 3763 ആളുകളാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 3000-ലധികം ആളുകൾ മെയിൻ ലിസ്റ്റിൽ വന്നു. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ മാർക്ക് റേഞ്ചിൽ, ഈ മാർക്കിന് മുകളിലായിട്ട് 3000-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻ കുറവാണോ? അല്ല, നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അന്നത്തെ ആ ഒരു മത്സരത്തെ ഇന്നത്തേത് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പോലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല. വർഷം 3 കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ചും ഡിഗ്രി ലെവൽ എക്സാംസിന്റെ കേസിൽ എന്ന് മനസ്സിലാക്കുക. സോ എപ്പോഴും ആലോചിക്കുക, 50-ലധികം ആയിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. 50-ലധികമുള്ള ഏതൊരു റേഞ്ചും നിങ്ങൾ ടാർഗറ്റ് വെച്ച് പഠിച്ചു തുടങ്ങിക്കൊള്ളുക എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. കാര്യം നമുക്ക് എത്രയും ഉയർന്ന റാങ്ക് വേണമെന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. കട്ട് ഓഫിൻ്റെ ഏതെങ്കിലും ഒരു വക്കത്തെത്തുന്ന രീതിയിലാണോ നമ്മൾ പഠിക്കേണ്ടത്? അല്ല, നമ്മൾ ഏറ്റവും ഉയർന്ന റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു ഓരം എന്നുള്ളതല്ല നമ്മുടെ ആ ഒരു എയിം എന്ന് പറയുന്നത്. സോ നമ്മുടെ ആ ഒരു അഡ്വൈസ് ഡീറ്റെയിൽസ് കൂടി നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം KSFE, KSEB, KMML തുടങ്ങിയിട്ടുള്ള ബോർഡുകളിലേക്ക് നാളിതുവരെ 1915 നമുക്കിവിടെ കാണാൻ പറ്റും, 1915 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് 2024 മാർച്ചിലാണ് കേട്ടോ. 2024 മാർച്ചിൽ വന്ന ആ ഒരു റാങ്ക് ലിസ്റ്റ് നാളിതുവരെ 1915 അഡ്വൈസുകളാണ് ഒരു കാറ്റഗറിയിൽ നിന്ന് പോയിരിക്കുന്നത്. അത് നമ്മുടെ KSFEയും KSEB ഒക്കെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ അഡ്വൈസസ് നടക്കുന്നത് അവിടെയാണെന്നാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇനി തീരാൻ പോകുന്നത് എപ്പോഴായിരിക്കും? 2027 മാർച്ചിലായിരിക്കും. അതായത് ഇനിയിപ്പോൾ ഒരു വർഷവും ഏതാനും മാസങ്ങളും മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പോൾ ഈ 1.5 വർഷത്തിലധികം കൊണ്ട് തന്നെ 2000-നടുത്ത് അഡ്വൈസുകൾ ഒരു കാറ്റഗറിയിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ടതുപോലെ തന്നെ ഇത്രയധികം നിയമനങ്ങളോ എന്ന് നമ്മൾ അത്ഭുതപ്പെടുന്ന വണ്ണമാണ്. ആ ഒരു രീതിയിലാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ആ ഒരു അഡ്വൈസ് നിയമന നില നിൽക്കുന്നത്. ഇനി അടുത്ത കാറ്റഗറി നമ്മൾ പറഞ്ഞ KSRTC പോലുള്ള കാറ്റഗറികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നാളിതുവരെ 841 അഡ്വൈസ്, ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം. നമ്മുടെ നവംബർ 17-നാണ്, കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇതിൻ്റെയും ആ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് 2024 ജനുവരിയിലാണ് കേട്ടോ. 2024 ജനുവരിയിലാണ് KSRTC തുടങ്ങിയിട്ടുള്ള ബോർഡുകളിലെ ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. അതനുസരിച്ച് 2027 വരെ അതിനും കാലാവധിയുണ്ട്. അപ്പോൾ അതും ഏകദേശം ഒരു വർഷം കൃത്യമായി പറഞ്ഞാൽ 1 വർഷവും 1 മാസവും മാത്രമേ ഇനി KSRTCയുടെ ഒക്കെ റാങ്ക് ലിസ്റ്റ് തീരാനായിട്ടുള്ളൂ. സോ നമ്മുടെ മുമ്പിലുള്ള ഈ 1 മാസം കൊണ്ടാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പ്രിലിംസും മെയിൻസും ഒക്കെ ബാക്കിയുള്ള വെരിഫിക്കേഷൻ പ്രൊസീജിയറും ഒക്കെ നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് കളയാനായിട്ട് ടൈമില്ല. പ്രിലിംസിനും മെയിൻസിനും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ്, സമയം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടതാണ്, ഏപ്രിൽ മെയിലായിട്ട് നമുക്ക് എക്സാം നടക്കുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും സെപ്റ്റംബറിൽ നമുക്ക് മെയിൻസ് പരീക്ഷയാണ് വന്നത്. അപ്പോൾ ഏകദേശം ഒരു 3-4 മാസത്തിലേക്ക് ഒരു ഗ്യാപ്പേ നമുക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 50 മാർക്കിനധികമുള്ള ഒരു റേഞ്ച് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. പ്രിലിംസിനും മെയിൻസിനും ഒന്നിച്ച് പഠിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇനി പ്രിലിംസിന് ഒരു സിലബസും മെയിൻസിന് വേറൊരു സിലബസും അല്ലേ, പിന്നെ എങ്ങനെ ഞങ്ങൾ മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കും? അതിനൊരു വഴിയും കൂടെ പറഞ്ഞു തരാം. നമുക്കിപ്പോൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറേ പോർഷൻസ് ഉണ്ട്. ഇപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, അതുപോലെയുള്ള അപ്പോൾ നമുക്ക് ഗവേണൻസ്, അതുപോലെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, ഇങ്ങനെയുള്ള സ്റ്റാറ്റിക് പോർഷൻസ് ഉണ്ട്. ഇതൊക്കെ പ്രിലിംസിനും മെയിൻസിനും ഈക്വൽ തന്നെയാണ്.
പ്രിലിംസിനുള്ള ഇതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് മെയിൻസിനും പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അല്ലെങ്കിൽ ഏത് പോസ്റ്റിലേക്കാണോ പോകുന്നത് ആ വകുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഡീഷൻസ് മാത്രമേ നമുക്ക് മെയിൻസിന് എക്സ്പെക്ട് ചെയ്താൽ മതി. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ 2 പേപ്പർ ഉണ്ടാകുമോ പരീക്ഷയ്ക്ക് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധ്യമല്ല. PSCയുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പുകൾ ഉണ്ടാവണം, സൂചനകളെങ്കിലും നമുക്ക് കിട്ടണം. അപ്പോൾ അങ്ങനൊന്നും കിട്ടിയിട്ടില്ലാത്ത സ്ഥിതിയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, സ്റ്റാറ്റിക് പോർഷൻസിനെ പ്രിലിംസിനും മെയിൻസിനും ഒന്നിച്ച് പഠിക്കുക. ഓക്കെ, മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് നല്ല ഡെപ്തിൽ തന്നെ പഠിച്ചു പോവുക. ഞാൻ ഈ പറഞ്ഞ കുറേ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, കുറേ സബ്ജക്ട്സ് ഉണ്ടല്ലോ, ആ സബ്ജക്ട്സ് ഒക്കെ സ്റ്റാറ്റിക് ആണ്, അത് പ്രിലിംസിനും മെയിൻസിനും കോമൺ ആണ്. അങ്ങനെയുള്ള ടോപ്പിക്കുകൾ സബ്ജക്റ്റുകൾ വളരെ ഡെപ്തിൽ പഠിച്ചു പോവുക. അങ്ങനെ വളരെ ഒരു എന്താ പറയുന്നത്, ആ ഒരു മെയിൻസ് ഓറിയന്റഡ് ആയിട്ടെന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ആഴത്തിലുള്ള വായന, ആഴത്തിലുള്ള പഠിത്തം. വേറെ സർഫസിൽ നിന്നുകൊണ്ട് ജസ്റ്റ് വായിച്ചു പോകുന്ന ആ ഒരു പരിപാടി നിങ്ങൾ കാണിക്കുകയേ ചെയ്യരുത്. കാര്യം പ്രത്യേകിച്ച് എനിക്ക് ബിഗിനേഴ്സിനോടാണ് പറയാനുള്ളത്. ഇപ്പോൾ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനാണ് നിങ്ങൾ എയിം ചെയ്യുന്നതെങ്കിൽ തുടക്കക്കാർ അറിയേണ്ട ഒരു കാര്യമാണ്, വെറുതെ ഒരു റാങ്ക് ഫയൽ വാങ്ങി വെച്ചിട്ട് വെറുതെ വായിച്ചു പോകുന്ന ആ ഒരു ട്രെൻഡ് നിങ്ങൾ കാണിക്കരുത്. നമ്മൾ അന്ന് തോൽക്കാൻ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ എടുക്കുക, NCERT SCERT ടെക്സ്റ്റ് ബുക്കുകൾ എടുക്കുക, അവിടെ വായിച്ചു തുടങ്ങുക. ട്രസ്റ്റ് മീ, ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, NCERT SCERT ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് അതിൻ്റെ മുക്കും മൂലയും പോലും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചോദ്യ പേപ്പറിൻ്റെ 50% കവർ ചെയ്യാൻ പറ്റും. 50% ചോദ്യങ്ങൾക്ക് നിങ്ങൾ സിമ്പിളായിട്ട് ഉത്തരം കണ്ടുപിടിക്കും. പിന്നെ കറണ്ട് അഫെയർ ഡെയിലി പത്രം വായിക്കുക. പത്രം വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചിലർ പറയും കറണ്ട് അഫെയർ ഞങ്ങൾക്ക് പത്രം വായിച്ച് കറണ്ട് അഫെയർ നോട്ട് ചെയ്യാനായിട്ട് അറിയില്ല, എന്തൊക്കെ നോക്കണമെന്ന് അറിയില്ല. എന്നാൽ പിന്നെ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ അർച്ചന മിസ്സിൻ്റെ ഡെയിലി കറണ്ട് അഫെയർ ബ്ലോക്ക് ബസ്റ്റർ സീരീസ് രാവിലെ തന്നെ 7:30 മിസ്സിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്ലാസ്സുകൾ യൂട്യൂബിൽ കിട്ടും, ടെലഗ്രാമിൽ നോട്ട്സുകൾ കിട്ടും. സോ നിങ്ങൾക്ക് കറണ്ട് അഫെയർ പഠിക്കാൻ പത്രം വായിക്കണം എന്ന് തന്നെ യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ പത്രം വായിക്കാൻ പറയുന്നത് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക, സമൂഹത്തിൽ നടക്കുന്ന ആ ഒരു പ്രശ്നങ്ങളുമായിട്ടൊക്കെ നമ്മളൊന്ന് അലൈൻഡായി പോകുക എന്നുള്ള ഉദ്ദേശം മാത്രത്തിലാണ് ഈ പത്രം വായിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ കറണ്ട് അഫെയറും SCERT NCERT ടെക്സ്റ്റ് ബുക്കുകളും ഉണ്ടെങ്കിൽ തന്നെ 50% മാർക്ക് നിങ്ങളുടെ കയ്യിൽ സെക്യൂർ ആണ്. അത് പഠിക്കേണ്ട രീതിയിൽ ഈ പറയുന്നത് പോലെ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നോട്ടുകൾ തയ്യാറാക്കുക. മറ്റുള്ളവർ തയ്യാറാക്കിയ നോട്ടുകൾ ചിലപ്പോൾ നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണം എന്നില്ല. അപ്പോൾ സ്വന്തമായിട്ട് ലെക്ചർ നോട്ടുകൾ തയ്യാറാക്കി സ്വന്തമായിട്ട് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കി സ്വന്തം സമയത്തിനനുസരിച്ച് നിങ്ങളുടേതായിട്ടുള്ളൊരു ടൈമൊക്കെ കണ്ടെത്തി ഒരു സ്ഥലം കണ്ടെത്തി പഠിക്കാനിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പോലൊരു പരീക്ഷയ്ക്ക്. സോ നമ്മുടെ കയ്യിൽ ഇനി കളയാൻ ടൈമില്ല. ഞാൻ പറഞ്ഞു, മാർച്ചിലോ ഏപ്രിലോ നമുക്ക് പ്രിലിംസ് എക്സാം പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇലക്ഷൻ പോലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ബോദർ ചെയ്യേണ്ട കാര്യങ്ങളില്ല. പരീക്ഷയൊക്കെ കൃത്യമായിട്ട് നടക്കും. ഇപ്പോൾ ഫെബ്രുവരി വരെയുള്ള എക്സാം കലണ്ടർ നമ്മുടെ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി മാർച്ചിലെ എക്സാം കലണ്ടറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ എക്സാം അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ കട്ട് ഓഫ് ഇങ്ങനെയായിരുന്നു. കഴിഞ്ഞ തവണ 50 മാർക്കിൽ താഴെയായിരുന്നു കട്ട് ഓഫ്. നമ്മൾ ഇത്തവണ അത് പ്രതീക്ഷിക്കാൻ നിൽക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ 50-ലധികം തന്നെ എയിം ചെയ്യുക, അതിനു വേണ്ടി പഠിച്ചു തുടങ്ങുക. കാര്യം റാങ്ക് ലിസ്റ്റിൽ നമുക്ക് മുന്നിലെത്തണം. ആദ്യമൊക്കെ തന്നെ അഡ്വൈസ് ലഭിച്ചു നമുക്ക് പോകണം. ഇനി കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതോടൊപ്പം നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, SIയുടെ നോട്ടിഫിക്കേഷൻ വന്നു, അസിസ്റ്റന്റ് ജയിലർ വന്നു. അങ്ങനെ 7ഓളം നോട്ടിഫിക്കേഷൻ ഡിഗ്രി ലെവൽ തന്നെ, ഡിഗ്രി ലെവലുകാർക്കാണ് കോൾ അടിച്ചത്. അപ്പോൾ ഡിഗ്രി ലെവലിൽ തന്നെ 7 നോട്ടിഫിക്കേഷൻസ് ആണ് ഈ വർഷം തന്നെ വന്നിട്ടുള്ളത്. ഇനി ഏതെങ്കിലും വരുമോ എന്നുള്ളതും കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഡിസംബർ തീരുന്നതിന് മുമ്പ് ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമോ എന്നുള്ളത്. അപ്പം എന്തായാലും വന്ന 7ഉം നല്ല ഗ്ലാമറസ് പോസ്റ്റുകളാണ്, പ്രസ്റ്റീജിയസ് പോസ്റ്റുകളാണ്. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിച്ചോ. ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നല്ലൊരു റാങ്കിലെത്തി നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റട്ടെ. പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് ജോലി കിട്ടിപ്പോട്ടെ. ഈ പറയുന്ന എല്ലാ എക്സാംസിൻ്റെയും റാങ്ക് ലിസ്റ്റ് 2027-ലും 2026-ലും ഒക്കെ ആയിട്ട് വരുന്നതാണെന്ന് ആലോചിക്കുക. അടുത്തൊരു 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്കൊക്കെ സർക്കാർ ജോലിയിൽ കയറാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഈ എക്സാം പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഒരു ചലഞ്ച് പോലെ തന്നെ ഏറ്റെടുക്കുക. 2025 ഇവിടെ അവസാനിക്കുകയാണ്. 2026-ൽ ഞാൻ സർക്കാർ ജോലിയിൽ എത്തിയിരിക്കും, അല്ലെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ല കഠിനമായി പരിശ്രമിച്ച് ഞാൻ എൻ്റെ ലക്ഷ്യം അച്ചീവ് ചെയ്തിരിക്കും എന്ന് പറയുന്ന ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തുക. ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ അക്സെപ്റ്റഡ് എന്ന് കൂടി താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ചോദിക്കുക. നിങ്ങളുടെ ഡൗട്ട്സിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്